സമസ്തക്കാരെ മുമ്പിൽ കിട്ടിയപ്പോൾ മംഗലാപുരത്ത് വെച്ച് പോലും സമസ്തക്കാരോട് നേരിട്ട് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു, നിങ്ങൾ ചെല്ലുന്ന നാരിയ സ്വലാത്ത് പാച്ച ശിർക്കാണ്. അല്ലെന്നവർ പറഞ്ഞില്ല, ആവർത്തിച്ചു പറഞ്ഞു. ആലബ്ബാദാരിമി തൗഹീദിന്റെ ആശയത്തിനെതിരായി സംസാരിക്കാൻ തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ കഴിഞ്ഞ മാസത്തിന്റെ അവസാനത്തിലും ഈ മാസത്തിന്റെ തുടക്കത്തിലും ആ ധ്വനി വന്നപ്പോൾ ഒരു യോഗം ചേരേണ്ടി വന്നില്ല. അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. ഈ മാസം 6-ാം തീയതി അദ്ദേഹത്തിന്റെ പേര് വെച്ച് തൃശൂർ ജില്ലയിലെ കൊപ്രക്കളത്ത് ലബ്ബാദാരിമി പ്രസംഗിക്കുമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് പ്രവേശനമില്ലെന്ന് തൃശൂരിലെ മുജാഹിദുകൾ അദ്ദേഹത്തെ അറിയിച്ചു. എന്തുകൊണ്ട്? ആദർശമാണ് വലുത്. അദ്ദേഹത്തിന് ഈ വാദമുണ്ട് എന്ന് എനിക്കറിയാം എന്ന് കായക്കൊടി ഇപ്പോൾ പറയുന്നു. എങ്കിൽ ആരാ കാപ്പട്യം കാണിച്ചത്? എന്തിനാണ് 2010 ക്ലിപ്പ് തനിക്കൊരു പ്രവർത്തകൻ മെയിലായി അയച്ചു കൊടുത്തിട്ടും എന്തിനാണ് അദ്ദേഹത്തെയും കൂട്ടി വാദപ്രതിവാദത്തിന് പോയത്? ആരാണ് ലബ്ബയുടെ വിഷയം മനസ്സിലായിട്ടും ആരാണ് സഹോദരങ്ങളെ കാപ്പട്യം കാണിച്ചത്? നാം മനസ്സിലാക്കണം. നമ്മെ സംബന്ധിച്ചോളം ആദർശമാണ് പ്രധാനം, ആദർശം തന്നെയാണ് പ്രധാനം. 5/10/2011 എടവണ്ണ ജാമിയ ബഹുമാന്യരായ കാരണവന്മാർക്ക് ഹൃദയത്തിൽ തട്ടിയല്ലാതെ ആ വാക്കു പറയാൻ സാധ്യമല്ല. സെന്റുകൾ കൊടുത്തവരുണ്ട്, ആയിരങ്ങൾ കൊടുത്തവരുണ്ട്, സ്വർണം കൊടുത്തവരുണ്ട്. ജാമിയയുടെ പുരോഗതിക്ക് വേണ്ടി ജാമിയ നദവിയയിൽ വെച്ച് സംയുക്ത കൗൺസിൽ വിളിച്ചു ചേർത്തു. ആ സംയുക്ത കൗൺസിലിൽ സ്വന്തം അണികൾക്കെതിരെ ശിർക്കാരോപിക്കുന്ന പ്രസംഗങ്ങൾ നടത്തി. അത് റെക്കോർഡ് ചെയ്ത് മടവൂർ വിഭാഗത്തിന് എത്തിച്ചു കൊടുത്തു. അവർ ഷബാബിൽ ഫീച്ചർ പ്രസിദ്ധീകരിച്ചു. അവർ നാടകയാതാകി വിതരണം ചെയ്തു. 2011 ഒക്ടോബർ മാസം ചിന്തിക്കണം സഹോദരങ്ങളെ, CD ടവറിലും മർക്കസ് ദവയിലും ഒരേ പ്രവർത്തനം, 2 സ്ഥലത്തും ഒരേ പ്രവർത്തനം. എന്താണ് ആ പ്രവർത്തനം? 2 സ്ഥലത്തും ഈ CD വിതരണം ചെയ്യുന്നു. മർക്കസ് ദവയിൽ നിന്ന് പരസ്യമായി വിതരണം ചെയ്യുന്നു, CD ടവറിൽ നിന്ന് രഹസ്യമായി വിതരണം ചെയ്യുന്നു. 2 സ്ഥലത്തും ഒരേ പ്രവർത്തനം. മുജാഹിദുകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. പരാതി കൊടുത്തില്ലേ? ഈ ചാരപ്പടിയെടുത്ത എന്റെ അനിയനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അബ്ദുള്ള സുല്ലമിയെ എഴുതി കൊടുത്ത കത്തെവിടെ? ആ കത്ത് നോക്കാൻ കണ്ണട എടുക്കാത്തതെന്ത്? ആ കത്ത് വായിക്കാത്തതെന്ത്? എന്തേ ബഹുമാന്യനായ AP ആദരവോടി കൂടി ചോദിക്കട്ടെ, നമ്മുടെ കൗൺസിൽ ചോർത്തിക്കൊടുത്തത് അങ്ങ് പോലും പറഞ്ഞു മോശമായി പോയി, മദനി പറഞ്ഞു മോശമായി പോയി, TP പറഞ്ഞു അബ്ദുന്റെ പണിയാണ്. നിങ്ങൾ തന്നെ അപലപിച്ച ആ സംഗതി ചെയ്തതിന് രേഖാമൂലം പരാതി കിട്ടിയിട്ട് എന്തേ നടപടിയെടുക്കാത്തത് എന്ന ചോദ്യം പ്രസക്തമല്ലേ? 30/9/2012 ഇതേ ജാമിയയിൽ വെച്ച് ISM-നെ തകർക്കുന്നതിന് വേണ്ടി അബ്ദുറഹ്മാൻ സലഫി ഗ്രൂപ്പ് യോഗം വിളിച്ചു. നിഷേധിച്ചാൽ റൂമും എത്ര ബെഞ്ചുണ്ടെന്നും പങ്കെടുത്തവർ ആരെന്നും മുജാഹിദുകൾ പറയും, ISM പ്രവർത്തകർ കൃത്യമായി പറയും. അങ്ങനെ അതും തകർക്കാൻ ശ്രമിച്ചു. പിന്നീട് സമ്മേളനം വരുന്നു. ആ സമ്മേളനം മുജാഹിദ് പ്രവർത്തകരെ, പ്രബോധകരെ, പണ്ഡിതന്മാരെ മാറ്റി നിർത്തി. മുജാഹിദുകളുടെ സമ്മേളനം ചങ്ങരത്തുകുളത്തോടുകൂടി അവസാനിച്ചു. ഇനി വരണം സമ്മേളനം. കോഴിക്കോട് സമ്മേളനം എന്ന് ആരും പറയുന്നില്ലല്ലോ, അഴിഞ്ഞിലം സമ്മേളനം എന്നേ പറയുന്നുള്ളൂ. ആ സമ്മേളന വേദിയിൽ വെച്ച് ഒരിറ്റ് സമയം മനസ്സിന്റെ വേദന അറിയിച്ച എന്റെ ബഹുമാന്യനായ ജ്യേഷ്ഠ സുഹൃത്ത് ഹുസൈൻ സലഫിയോട് വേറെ വേദി നോക്കാമെന്നും പ്രോഗ്രാമിലില്ലാത്ത വ്യക്തി കടന്നു വന്നുകൊണ്ട് പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ കണ്ണീര് കുടിപ്പിച്ച ആ സമ്മേളനം അത് കഴിയുന്നതോടുകൂടി പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? പിന്നീട് സംഭവിക്കുന്നത് സമ്മേളനത്തിന്റെ സമാപനത്തിൽ എന്റെ ജ്യേഷ്ഠ സുഹൃത്ത് MM അക്ബർ, ഞാൻ വിഷയം പഠിക്കുക, ഞാൻ ഇതിലേക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ അദ്ദേഹം വിഷ്ണുവുമായി ജിന്നിനെ താരതമ്യം ചെയ്ത് വഷളാകുന്ന പരാമർശം നടത്തിയിട്ട് ഇന്നുവരെ തിരുത്താതെ അദ്ദേഹം ചോദിക്കുന്നു, ഈ നവോത്ഥാനത്തിന്റെ കൈത്തിരി ഏറ്റെടുക്കാൻ ഇനി ആരുണ്ട് എന്ന ചോദ്യത്തിലൂടെ ISM-നെയും MSM-നെയും പിരിച്ചുവിടാൻ പോവുകയാണെന്ന് ചോറുന്നവർ മനസ്സിലാക്കി. TP അതൊന്നുകൂടി വ്യക്തമാക്കി. അടുത്ത ദിവസങ്ങളിൽ ചില ക്രമീകരണങ്ങളും മാറ്റങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. അതാ വരുന്നു 6/1/2013 പന്തലിൽ, സമ്മേളനത്തിന്റെ പന്തലിൽ സഹോദരങ്ങളെ അവിടെ കാണുന്നത് വളണ്ടിയർമാരെ അഭിനന്ദിക്കാൻ എന്ന് പറഞ്ഞ് മീറ്റിംഗ് വിളിക്കുന്നു. ഈ സമയം നമ്മുടെ ബഹുമാന്യ സുഹൃത്ത്, എന്റെ അനിയ സുഹൃത്ത്
തസ്ലീം വാഹനാപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട് നമ്മുടെ തൊട്ടടുത്തു മമ്പാട് അദ്ദേഹത്തിന്റെ ആ വിദ്യാർത്ഥിയുടെ കബറടക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പോലും അവസരം കൊടുക്കാത്ത തരത്തിൽ 6/1/2013 പന്തലിൽ വെച്ച് മീറ്റിംഗ് വളണ്ടിയർമാരെ അഭിനന്ദിക്കാൻ എന്നാണ് െങ്കിലും ഇതാ അടുത്ത ദിവസം ISM-നെ ഒഴിവാക്കും, MSM-നെ ഒഴിവാക്കും, നിങ്ങളെല്ലാവരും എന്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലും തയ്യാറാകണം എന്ന് പറഞ്ഞു 12/1/2010 ഈ 2 ഘടകങ്ങളെയും പിരിച്ചുവിട്ടു എന്ന് പറയാതെ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. സഹോദരങ്ങളെ, വളരെ ചുരുക്കി ഞാൻ ഈ കാര്യം പറയാൻ കാരണം എന്തെങ്കിലും ഒരു വിശദീകരണത്തിന്റെ കത്തുപോലും കൊടുക്കാതെ ഇത്തരത്തിൽ 2 ഘടകങ്ങളെയും പണ്ഡിതന്മാരെയും പ്രഭാഷകന്മാരെയും നേതാക്കന്മാരെയും മുഴുവൻ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളുമ്പോൾ ആരുടെ ഉത്തരവാദിത്വത്തിലാണ് ഇത് ചെയ്യുന്നത്? എന്തിനെയാണ് ഈ തളർത്തുന്നത്? ചിന്തിക്കേണ്ടതല്ലേ? ബഹുമാന്യനായ ഹുസൈൻ മടവൂർ ഉംറയുമായി ബന്ധപ്പെട്ട് ഹറമിൽ പോയപ്പോൾ അഹമ്മദ് അലി മദനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മരിക്കും മുമ്പ് ഒന്നിക്കണ്ടേ എന്നൊരു കത്തെഴുതിയപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞു, ആർക്കും തൗഹീദിൽ ഒരു കുറവും പറ്റിയിട്ടില്ല, തൗഹീദിൽ ആർക്കും ഒരു കുറവും പറ്റിയിട്ടില്ല. എങ്കിൽ 2002 ആഗസ്റ്റ് 23 ജിന്ന് സേവയിലേക്ക് കൂപ്പുകുത്തുന്നു KNM എന്ന് ഷബാബ് എഴുതിയതോ, 2004 വീണ്ടും ശിർക്കാരോപണം നടത്തിയതോ, 2007 അബ്ദുസലാം സുല്ലമി സെൻസിംഗിന് ഇന്റർവ്യൂ കൊടുത്തു, മൗലവി വിഭാഗക്കാർ മുശ്രിക്കുകൾ. ആ ഇന്റർവ്യൂയോ ബഹുമാനായ ഹുസൈൻ മടവൂരി ചിന്തിക്കണം. ഈ ശിർക്കാരോപണം നടത്തി ഭിന്നിപ്പിച്ച് തല്ലിപ്പിച്ച് പള്ളികളിൽ പ്രശ്നമുണ്ടാക്കി ഇപ്പോൾ പറയുന്നു തൗഹീദിൽ ആർക്കും ഒരു കുറവും പറ്റിയിട്ടില്ല. എങ്കിൽ അവിടെ നിന്ന് അത് കടമെടുത്ത് മൗലവി വിഭാഗക്കാർ മുശ്രിക്കുകൾ എന്ന ഹജ്ജിങ് കടമെടുത്ത് ഈ പാവപ്പെട്ട തൗഹീദി സംഘം കുബൂരിസത്തിലേക്ക് പോകുന്നു എന്നെഴുതിയിട്ടുണ്ടെങ്കിൽ അതും അവിടുന്ന് കടമെടുത്തതാണ്. മടവൂർ വിഭാഗത്തിൽ നിന്നും 2007 അവർ ഉന്നയിച്ച വാദമാണ് ഇപ്പോഴും പഴകിപ്പൊളിച്ചുകൊണ്ട് നാം കേൾക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയങ്ങളെ കൃത്യമായി വ്യക്തമായി അറിയുവാനും പഠിക്കുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ചാരപ്പണികളുടെ എല്ലാം അവസാനം ഹുസൈൻ സലഫി ഐക്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വേറെ വേദി നോക്കാമെന്ന് പറഞ്ഞ അതേ സംസ്ഥാന കമ്മിറ്റിയിൽ 5 അംഗങ്ങളെ അതോ 6 അംഗങ്ങളെ ഏർപ്പാട് ചെയ്തിരിക്കുന്നു മടവൂർ വിഭാഗവുമായി ഐക്യപ്പെടാൻ. അപ്പോൾ ഹുസൈൻ സലഫിയോടുള്ള ദേഷ്യം എന്താ? മുജാഹിദ് പ്രവർത്തകരുടെ ദേഷ്യം എന്താ? അവർ മടവൂർ വിഭാഗത്തിന്റെ ഹദീസ് നിഷേധങ്ങളെ, മൻഹജിന് വിരുദ്ധമായ വാദങ്ങളെ തിരുത്താതെ നമ്മൾ അവരുമായി ലയിക്കുന്നത് ശരിയല്ല. എല്ലാവരുമായി നമുക്ക് ഐക്യത്തിൽ പോകണം, പക്ഷെ അത് ആദർശപരമായിരിക്കണം. അതിനെയാണ് വേറെ വേദി നോക്കാമെന്ന് പറഞ്ഞത്. എന്നാൽ സ്വന്തം കൈയും കാലും തലച്ചോറും ഹൃദയവും മാറ്റിയിട്ട് മടവൂർ വിഭാഗത്തിന്റെ തലച്ചോറും മടവൂർ വിഭാഗത്തിന്റെ ഹൃദയവും അവരുടെ കൈയും കാലും ഈ പ്രസ്ഥാനത്തിന് വെപ്പിക്കാനായിരുന്നു ഈ പരിശ്രമമെന്ന് ഇതാ KNM തെളിയിച്ചിരിക്കുന്നു. 5 അംഗ സമിതി നിശ്ചയിച്ചു മടവൂർ വിഭാഗവുമായി ഐക്യപ്പെടാൻ. ചിന്തിക്കുക, ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് മടവൂർ വിഭാഗത്തിന്റെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റായിരിക്കെ മുജീബ് റഹ്മാൻ കിനാലൂർ അദ്ദേഹം ഒരു പുസ്തകത്തിന്റെ എഡിറ്ററായി ചേകനൂർ അകവും പുറവും. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി, നവോത്ഥാനാശയക്കാരായ പലരും മുമ്പ് തന്നെ പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ പരമ്പരയിലെ ഒരു കണ്ണിയാണ് വാസ്തവത്തിൽ ചേകനൂർ മൗലവി. അഥവാ ചേകനൂർ മൗലവി നവോത്ഥാന ആശയക്കാരനാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ആളാണെന്ന് പറഞ്ഞത് മടവൂർ വിഭാഗത്തിന്റെ ഒരു പ്രവർത്തകനല്ല, അതിന്റെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. എങ്കിൽ അറിയുക, ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകം വായിക്കുക. അതിൽ കാണാം, വളഞ്ഞ വഴിയിലൂടെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന വിഷപ്പാമ്പാണ് ചേകനൂർ. മഹാനായ ഉമർ മൗലവി വിഷപ്പാമ്പ് എന്ന് വിശേഷിപ്പിച്ച, വളഞ്ഞ വഴിയിലൂടെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന വിഷപ്പാമ്പാണെന്ന് വിശേഷിപ്പിച്ച ആ ചേകനൂർ മൗലവി മുജാഹിദ് നേതാവാണെന്ന് ധൈര്യപൂർവം എഴുതിയ മടവൂർ വിഭാഗവുമായി ഐക്യപ്പെടുമ്പോൾ ആരെ ഒഴിവാക്കിയിട്ടാണിത്? ആരെയാണ് ഒഴിവാക്കിയത്? ആരോടാ ഐക്യപ്പെടുന്നത്? തീർന്നില്ല. ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് കേരളത്തിലുടനീളം സംഘടനാവാദികളായ ആളുകൾ വിതരണം ചെയ്ത
ദർശനം എന്ന പേരിലുള്ള പ്രസിദ്ധീകരണം. അതിന്റെ 2ാമത്തെ പേജിൽ AP അബ്ദുൽ ഖാദർ മൗലവിയും M മുഹമ്മദ് മദനിയും സന്ദേശം കൊടുത്തിരിക്കുന്നു. അങ്ങനെ ആധികാരികമായ ആ പ്രസിദ്ധീകരണത്തിന്റെ 4ാമത്തെ പേജിൽ പിരിഞ്ഞുപോയവരോട് സ്നേഹപൂർവം അവിടെ പറയുന്നു, മടവൂർ വിഭാഗം ഹദീസ് നിഷേധത്തിന്റെ പടുകുഴിയിലാണ് ചെന്നുപെട്ടത്. ഈ പടുകുഴിയിൽ നിൽക്കുന്ന ആൾക്ക് കൈ കൊടുത്താൽ കൊടുക്കുന്ന ആൾ കുഴിയിലേക്ക് വീണുപോകും. കുഴിയുടെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് പിടിച്ചു കയറ്റാം. മടവൂർ വിഭാഗം ഹദീസ് നിഷേധത്തിന്റെ പടുകുഴിയിലാണ് ചെന്ന് നിൽക്കുന്നത് എന്ന് KNM ആധികാരികമായി പറയുമ്പോൾ ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ മനസ്സിലായല്ലോ, സങ്കുചിതമായ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ആദർശ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു. സംഘടനാ സംവിധാനത്തെ അതിനുവേണ്ടി ദുരുപയോഗം ചെയ്തു. അതിനുപയോഗിച്ചതാകട്ടെ അതിഗുരുതരമായ ആരോപണം, ശിർക്കാരോപണം, ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന ആരോപണം. ഞാൻ പറയുന്നു, ജിന്നെ കാക്കണേ ശിർക്ക്, മലക്കയെ കാക്കണേ ശിർക്ക്. സംഘടന പറയുന്നു അല്ല, നിന്റെ വാദം ജിന്നെ കാക്കണേന്ന് വിളിക്കാനാണ്. ഞാൻ പറയുന്നു അല്ല, അങ്ങനെ നീ ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ ഈ പുറത്തു പോയിക്കോ. ഞാൻ എന്ത് ചെയ്യും? ഇതല്ല ഇപ്പോൾ സംഭവിച്ചത്. ഈ ശിർക്കാരോപണം മടവൂർ വിഭാഗത്തിൽ നിന്ന് കടമെടുത്തതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മടവൂർ വിഭാഗത്തിൽ വമ്പിച്ച ജാഗരണം നടക്കുന്നു. ബഹുമാന്യനായ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദരിയും അതുപോലെ തന്നെ അബ്ദുറൌഫ് മദനിയെ പോലെയുള്ള നല്ല ആളുകൾ അതിന്റെ ഉള്ളിൽ ജിന്നും സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായ അഹ്ലുസുന്നത്തിന്റെ നിലപാട് സ്വീകരിക്കുകയും അതോടൊപ്പം നാട്ടിൽ നടക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ ബഹുമാന്യരായ മടവൂർ വിഭാഗത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മുന്നോട്ട് വരുന്നു എന്ന കാര്യത്തിൽ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. നമുക്ക് നേതാക്കന്മാരെക്കാൾ ആദർശമാണ് പ്രധാനം. ആ ആദർശത്തിനെതിരെ ആര് നീങ്ങിയാലും MM അക്ബർ സാഹിബ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ പരിധിയിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് മനുഷ്യനെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന പച്ച ശിർക്ക് പറഞ്ഞിട്ട് എന്ത് നടപടിയാ ഉള്ളത്? മുജാഹിദികൾക്ക് ഈ ചോദ്യം ആവർത്തിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇവിടെ നടപടിയൊക്കെ ഒരു പ്രത്യേക ഫയൽ, വേറൊരു ഫയലുണ്ട്. അതിൽ എന്ത് കത്ത് വന്നാലും ഒരു നടപടിയും എടുക്കുകയില്ല. ഈ അനീതി മുജാഹിദ് പ്രസ്ഥാനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുന്നേറ്റത്തിൽ പങ്കാളികളാവുക. നമുക്ക് പടച്ചവന്റെ സഹായം വേണം. ഈ തെറ്റുകൾ ചെയ്യുന്നവരും തിരുത്തണം. അബ്ദുറഹ്മാൻ സലഫിക്ക് സ്വർഗം കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവർക്കും സ്വർഗം കിട്ടണം. അതുകൊണ്ട് അവർക്ക് പറ്റിപ്പോയ തെറ്റുകളെ നാഗശികാന്തം എതിർത്ത് ആദർശ മുന്നേറ്റത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. സഹോദരങ്ങളെ, നമുക്കൊരു അവസരമുണ്ട്. ഈ മഹത്തായ സമ്മേളനം നമ്മൾ കാണുമ്പോൾ, ഈ പന്തൽ കാണുമ്പോൾ, ഈ ട്യൂബ് ലൈറ്റുകൾ കാണുമ്പോൾ, ഇതിന്റെ ധാരാളക്കണക്കിന് ചെലവുകൾ കാണുമ്പോൾ 5-6 ലക്ഷം രൂപ നമുക്ക് ചെലവുണ്ട്. മുജാഹിദികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലെറ്റർ പേഡ് ഇല്ലെങ്കിലും സീലില്ലെങ്കിലും അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും അവരുടെ പരിപാടികൾ മുജാഹിദികൾ ഏറ്റെടുക്കും. ഇത് നമ്മുടെ എല്ലാവരുടെയും പരിപാടിയാണ്. അതുകൊണ്ട് 6 ലക്ഷം നമ്മൾ മുമ്പിൽ ടാർഗറ്റ് കണ്ടുകൊണ്ട് 6 ലക്ഷത്തിലേക്ക് എന്റെ കീശയിൽ നിന്ന് പോകേണ്ടത് 10 രൂപയാവില്ല, ആയിരങ്ങളാകും, 10,000-ങ്ങളാകും, 100-കണക്കിന് നോട്ടുകളാകും. അത് കൊടുക്കുക. റബ്ബിന്റെ അടുത്ത് നമുക്ക് പ്രതിഫലം കിട്ടും. ഇതൊരിക്കലും നമുക്ക് നഷ്ടമാവുകയില്ല. അതുകൊണ്ട് ഒരു പെട്ടിയുള്ളിടത്തോളം കാലം, ഒരു ബക്കറ്റുള്ളിടത്തോളം കാലം തൗഹീദി പ്രബോധനം നിലക്കുന്ന പ്രശ്നമില്ല. ഞങ്ങളുടെ സമ്പത്തിന്റെ ഉത്തരവാദിത്തം പടച്ചവന്റെ തൗഫീഖോടുകൂടി മുജാഹിദ് ബഹുജനവും അനുഭാവികളും ഏറ്റെടുത്തിരിക്കുന്നു. ഒതായിലും പരിസര പ്രദേശത്തിലും ജീവിക്കുന്നവരെ ലബ്ബാദാരിമിയെ അദ്ദേഹം ആദർശ വിരുദ്ധമായി പറഞ്ഞപ്പോൾ പൂർണ്ണമായും ഒഴിവാക്കാനും തള്ളിപ്പറയാനും ഇവരുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ എഴുതുന്നതിന് മുമ്പ് തന്നെ തയ്യാറായെങ്കിൽ ഈ ആദർശ രംഗത്തുള്ള കണിശതയെ മനസ്സിലാക്കി ഈ മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له
وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. وكن بكتاب الله معتصما ولا تحرف كلام الله عن نصه إذا أتتك به الأرسال تترى. وكن به على كل حال تتقيه معوذا. تكن عند أهل العلم شخصا مقدسا وعند أولي الألباب حبرا وجهبذا. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് മുഖേന ഒദായിയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹാസമ്മേളനത്തിന്റെ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കളെ, കാരണവന്മാരെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നെറ്റ് സംവിധാനങ്ങളിലൂടെ, MICR-ിലൂടെ, അൽ-ഇസ്ലാഹ് റേഡിയോയിലൂടെയെല്ലാം ഈ മഹത്തായ സമ്മേളനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മാന്യ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾക്ക് പരിഹാരമായി തീരുന്ന ഒരു കർമ്മമായി അല്ലാഹു സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് അവന്റെ സ്വർഗത്തിന് അർഹരായി തീരുന്ന നരകവിമോചനത്തിന് ഭാഗ്യം സിദ്ധിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു റബ്ബുൽ ആലമീൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സലഫി പ്രസ്ഥാനം ചരിത്രവും ധർമ്മവും എന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കറകളഞ്ഞ നിലക്ക് പറയാനും അത് കേൾക്കാനും ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള കക്ഷിത്വങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മാനസികമായ മറ്റു അസ്വസ്ഥതകളിൽ നിന്നുമെല്ലാം അല്ലാഹു എല്ലാവർക്കും മോചനം നൽകിക്കൊണ്ട് സത്യത്തിന്റെ നേരെ തുറന്ന കണ്ണും കാതും കൊടുത്തുകൊണ്ട് അല്ലാഹു അവന്റെ ദീൻ അവതരിപ്പിച്ചത് കൃത്യമായി ഉൾക്കൊണ്ട് അത് ഖൽബിൽ ഏറ്റുവാങ്ങി ജീവിതത്തെ ധന്യമാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒദായി പ്രദേശത്ത് ആദ്യമായാണ്
നിങ്ങളെയെല്ലാം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ആദ്യമായി വേരോട്ടം ലഭിച്ച പ്രദേശമെന്ന നിലക്ക് ഒതായിയും എടവണ്ണയും അരീക്കോടും കുണ്ടുതോടും പത്തപ്പിരിയവും തുടങ്ങി ഇതിന്റെ ചുറ്റും പരന്നു കിടക്കുന്ന പ്രദേശങ്ങളെക്കുറിച്ചെല്ലാം ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരുന്നതിന്റെ മുമ്പ് തന്നെ കേൾക്കുവാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഈ ഉള്ളവൻ. സ്ത്രീ പള്ളിപ്രവേശ വിഷയത്തിലും മറ്റൊരുപാട് കാര്യങ്ങളിലും ഇല്ലാത്ത ഒരുപാട് ദുരാരോപണങ്ങൾ ഈ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുരോഹിതന്മാരിൽ നിന്ന് സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ പല ആളുകളും കേട്ടതുപോലെ ഈ ഉള്ളവനും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒതായി എന്ന് പറയുന്ന പ്രദേശം മനസ്സിൽ ചെറുപ്പം മുതലേ തങ്ങി നിൽക്കുന്ന ഒരു നാമമാണ്. ഇവിടെ വെച്ച് അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് പറയുവാൻ ലഭിച്ച ഈ അവസരം അള്ളാഹു നമുക്കെല്ലാം അത് സ്വീകാര്യയോഗ്യമായ അമലായി തന്നെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട്, ഇവിടെയുള്ള പഴക്കം ചെന്ന ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന എന്റെ മാന്യരായ നിഷ്പക്ഷരായ അകലെ നിന്നെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് എനിക്ക് വളരെ വിനയത്തോടെ ബഹുമാനപുരസ്സരം ആദരവോടെ ഈ നാട്ടിലെ പഴമക്കാരോട് എനിക്ക് വിനീതമായി പറയുവാനുള്ളത്, സത്യം, ആ സത്യത്തെ നിങ്ങൾ അറിയണം. ആ സത്യത്തിന്റെ സന്ദേശത്തെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഏതെങ്കിലും വാക്കുകൾ, ഏതെങ്കിലും പ്രചരണങ്ങൾ അപ്പടി വിശ്വസിക്കുന്നതിന് പകരം എന്താണ് വസ്തുത എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കുവാനുള്ള ഒരു തുറന്ന മനസ്സ് അള്ളാഹു നമുക്ക് നൽകിയ ആ ഖൽബ്, അത് തുറന്ന നിലക്ക് ഉപയോഗപ്പെടുത്തണേ എന്നാമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഹോദരങ്ങളെ, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈ ലോകത്ത് മനുഷ്യന്റെ വാസം ആരംഭിക്കുകയുണ്ടായി എന്ന് നമുക്കെല്ലാം അറിയാം. നമ്മുടെ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഹവ്വാ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ സ്വർഗത്തിലാണ് താമസിച്ചിരുന്നത്. ആ സ്വർഗത്തിൽ നിന്ന് അവര് പുറത്താക്കപ്പെട്ട് ഈ ഭൂമിയിലേക്ക് ഖുൽനഹ്ബിതു മിൻഹാ ജമീആ, നിങ്ങളെല്ലാവരും ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊള്ളുക, ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായ സന്ദർഭത്തിൽ ലോകത്തതാ ജനവാസം ആരംഭിക്കുന്ന, മനുഷ്യവാസം ആരംഭിക്കുന്ന അതിന്റെ 1-ാം തീയതി തന്നെ ആദിമ മനുഷ്യരോട് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞ ഒരു സത്യമുണ്ട്. ആ സത്യമാണ് പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം. അതുപോലെ തന്നെ മറ്റു ചില സൂറത്തുകളിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുന്ന 1-ാമത്തെ മനുഷ്യരായ ആദം അലൈഹിസ്സലാമിനോടും ഹവ്വാ റളിയല്ലാഹു അൻഹയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഭൂമിയിലേക്ക് പോകുന്നു. ആ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കേണ്ടത് എന്തിനെ പിന്തുടർന്നുകൊണ്ടാണ്, ഏത് രൂപത്തിൽ നിങ്ങൾ ജീവിക്കണം, അതിനുള്ള കൃത്യമായ നിർദ്ദേശമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകുന്നത്. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഹുദ വന്നുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് സന്മാർഗം വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഫമൻ തബിഅ ഹുദായ, എന്റെ ആ സന്മാർഗത്തെ ആര് പിൻപറ്റുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരിക്കലും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല. അതേ അവസരത്തിൽ ഞാൻ പഠിപ്പിച്ച ആ സത്യത്തിന്റെ സന്ദേശം, ആ മാർഗദർശനം, ആ ഹിദായത്ത്, ആ ഹുദ,
വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ. നമ്മുടെ സൂക്തങ്ങളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ ആയത്തുകളെ, നമ്മുടെ വചനങ്ങളെ, നമ്മുടെ നിർദ്ദേശങ്ങളെ ആര് നിഷേധിക്കുകയും അത് കളവാണ്, അത് ഞങ്ങൾ അംഗീകരിക്കാൻ കിട്ടൂല എന്ന് പറഞ്ഞ് അതിനെതിരെ നിഷേധഭാവം കൈക്കൊള്ളുകയും ചെയ്യുന്നുവോ, ഉലൈക അസ്ഹാബുന്നാർ, അവർ നരകാവകാശികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരാ നരകത്തിൽ ശാശ്വതവാസികളുമാണ്. ഇവിടെയാണ് സഹോദരന്മാരെ എന്താണ് സലഫി പ്രസ്ഥാനം, അതല്ലെങ്കിൽ സലഫിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ അതേതെങ്കിലും ഒരു വ്യക്തി പടച്ചുണ്ടാക്കിയ ആശയത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കലാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഒരു സ്ഥലത്ത് യോഗം കൂടിയിട്ട് അവരുടെ ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള ആശയങ്ങൾ ഒരു കടലാസിൽ പകർത്തിയിട്ട് അത് നിങ്ങളൊക്കെ അംഗീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തികളുടെ തലയിൽ നിന്ന് ഉത്ഭൂതമായിട്ടുള്ള ആശയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാണോ സലഫിയത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് സലഫി പ്രസ്ഥാനം എന്ന് പറയുന്നത്? ആ സലഫിയത്ത് എന്ന് പറയുന്നത് എന്താണ്? അതേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ബുദ്ധി അത് പരിമിതമായ ബുദ്ധിയാണ്. മനുഷ്യന്റെ കാഴ്ചക്ക് പരിധിയില്ലേ, കേൾവിക്ക് പരിധിയുണ്ടല്ലോ. അതുപോലെ തന്നെ മനുഷ്യന്റെ എല്ലാ കഴിവുകൾക്കും പരിധിയുള്ളതുപോലെ മനുഷ്യന്റെ ചിന്തക്കും പരിധിയുണ്ട്, കഴിവ് കേടുകളുണ്ട്, പരിമിതികളുണ്ട്. അവന്റെ ബുദ്ധിക്കും പരിമിതികളുണ്ട്, കഴിവുകേടുകളുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ, നീ ഭൂമിയിൽ എങ്ങനെ ജീവിച്ച് രക്ഷാമാർഗം കണ്ടെത്തണം എന്നത് നീ തന്നെ അങ്ങ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാനവ സമൂഹത്തോട് തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ രക്ഷാമാർഗത്തിന് വഴി കണ്ടെത്തണം എന്ന് അള്ളാഹു പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ മനുഷ്യരതാ ആയിരക്കണക്കിന് ആളുകൾക്ക് പതിനായിരക്കണക്കിന് അഭിപ്രായങ്ങളല്ലേ ഉരുത്തിരിഞ്ഞു വരിക. ഒരാൾക്ക് നന്മയായി തോന്നുന്നത് മറ്റേയാൾക്ക് തിന്മയായിട്ടാണ് തോന്നുക. ഒരാൾക്ക് ശുദ്ധ തെമ്മാടിത്തമായി തോന്നുന്നത് മറ്റൊരാൾക്ക് വല്ലാത്തൊരു പുണ്യകർമ്മമായിട്ടാണ് തോന്നുക. ഇങ്ങനെ മനുഷ്യരുടെ ബുദ്ധിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമങ്ങ് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പുണ്ടാകുമോ? ഈ ലോകത്ത് മനുഷ്യന് രക്ഷയുടെ മാർഗമറിയാൻ, പറഞ്ഞുകൊടുക്കാൻ, മടങ്ങിച്ചെല്ലാൻ അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിയായ ദിശേതെന്ന് ഗ്രഹിക്കാൻ ഒരു സംവിധാനവും കാണുമായിരുന്നില്ല. ആ ഒരനാഥത്വം ഈ സമുദായത്തിന് അല്ലെങ്കിൽ മനുഷ്യകുലത്തിന് അള്ളാഹു നൽകിയിട്ടില്ല. മറിച്ച് കൃത്യമായ പ്രമാണങ്ങൾ കൊൽകിക്കൊണ്ട് അവരെ സനാഥരാക്കിയിരിക്കുകയാണ്. അതാണ് അള്ളാഹു പറയുന്നത്, ഭൂമിയിലേക്ക് നിങ്ങൾ പോകുന്നു, അവിടെ ജീവിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഭൂമിയെ സംവിധാനിച്ചിട്ടുണ്ട്, ആകാശം സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലോകത്തെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ മരണാനന്തരമുള്ള ജീവിതത്തിൽ രക്ഷ കിട്ടണ്ടേ? ഖബറിൽ സമാധാനം വേണ്ടേ? പരലോക കോടതിയിൽ പോയി നിന്നുകൊണ്ട് അതേ വിചാരണക്ക് വേണ്ടി നിൽക്കുന്ന ഹിസാബിന്റെ നാളിൽ രക്ഷ വേണ്ടേ? അതിനുള്ള മാർഗങ്ങൾ നിങ്ങൾ തപ്പിത്തടയണ്ട. നിങ്ങൾക്ക് എന്നിൽ നിന്ന് കൃത്യമായി വന്നുകൊണ്ടിരിക്കും. ആ വഹീനെ നിങ്ങൾ പിന്തുടർന്നാൽ ഫമൻ തബിയ ഹുദായ, അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്ന ആ മാർഗദർശനത്തെ ആര് പിന്തുടരുന്നുവോ അവർക്ക് അതൊരു നിലക്കും ഭയപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. അവർക്ക് സ്വർഗമാണുണ്ടാവുക. അതേ അവസരത്തിൽ ഞാൻ പഠിപ്പിച്ചു തരുന്ന ആ വഹിയുണ്ടല്ലോ, അതല്ലെങ്കിൽ ആ മാർഗദർശനമുണ്ടല്ലോ, ആ മാർഗദർശനത്തെ സംബന്ധിച്ച് നിന്റെ കൊച്ചുബുദ്ധിയിൽ നീ കൂട്ടിക്കിഴിച്ചു നോക്കിയിട്ട് അതേ ചിലതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, ചിലതൊക്കെ ഞാൻ തള്ളുന്നു എന്ന് പറയുന്ന നിഷേധത്തിന്റെയും സ്വീകരണത്തിന്റെയും ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്ന പക്ഷം വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുന്നാർ, അവര് നരകാവകാശികളാണ്, അവര് ശാശ്വതവാസികളാണ്. നരകത്തിയിൽ നിന്ന് രക്ഷയില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്
എനിക്കെന്നോടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ചിലത് പറയാനുണ്ട്. അതേ, റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെന്ന് ആശിച്ചിട്ടാ ഈ കുമിഞ്ഞു കൂടിയ ജനങ്ങളെല്ലാം ഈ രാത്രിയിലും അതേ ആയിരങ്ങൾ ഈ ഒതായിൽ തടിച്ചുകൂടിയത്. അതേ, ഈ ശബ്ദം നിന്നുകൊണ്ടും അതേ സീറ്റില്ലാതെയും നിന്നുകൊണ്ടും പ്രയാസപ്പെട്ടുകൊണ്ടും ഞെങ്ങിഞ്ഞെരുങ്ങിയും കേൾക്കുന്നത് ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഇതെന്റെ ഖബറിൽ സുരക്ഷിതത്വത്തിന് ആവശ്യമാണ്. ഇതെന്റെ പരലോകത്തെ രക്ഷയ്ക്ക് ആവശ്യമാണ്. അതേ, ആ രക്ഷയ്ക്ക് ആവശ്യമായ ഹുദാ പഠിച്ചെടുക്കാൻ, അതിനെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കാൻ, അതേ പ്രമാണബദ്ധമായ നിലയ്ക്ക് കാര്യങ്ങളെ വിലയിരുത്താനുള്ള ആശയോടെ വന്നു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയട്ടെ, ഒരു വ്യക്തിയിലേക്കും ഒരു സംഘടനയിലേക്കും ഒരു പ്രത്യേകമായ പ്രസ്ഥാനത്തിലേക്കുമുള്ള ക്ഷണമല്ല, മറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഇരുട്ടിൽ ആണ്ടുകിടന്നിരുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അശ്ലീലതകളുടെയും അധർമ്മങ്ങളുടെയും അനീതികളുടെയും അതേ അരാജകത്വങ്ങളുടെയും ഏറ്റവും വലിയ കുഴിയിൽ ആണ്ടുകിടന്നിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് വിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്നു. അതിന്റെ വിശദീകരണം അവർക്ക് നന്നായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരോട് പറയുന്നു, സൂക്ഷിക്കണേ, ശൈത്താൻ കൂടെയുണ്ട് കേട്ടോ. ഞാൻ ഈ പഠിപ്പിച്ചു തരുന്നതാണ് നേർമാർഗം. ആ നേരിന്റെ പാതയിൽ നിന്ന് പലതും പറഞ്ഞുകൊണ്ട് തെറ്റിച്ചു കൊണ്ടുപോകാൻ ശൈത്താനുണ്ടാകും. പലർക്കും പല മാർഗങ്ങളും ഉണ്ടാകും, പലർക്കും പല ദുരാരോപണങ്ങളും ഉണ്ടാകും, പലർക്കും പല വാദങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് മുസ്ലിമേ, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു തആല വളരെ കൃത്യമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ടത് പ്രഖ്യാപിക്കുന്നു. ഇതാണ് എന്റെ മാർഗം, അതേ ഇതാണ് നേരായ മാർഗം. ഈ മാർഗത്തെ ആയിരിക്കണം നിങ്ങൾ ചോദ്യം ചെയ്യാതെ അച്ചടക്കത്തോടെ സന്തോഷത്തോടെ വിനയത്തോടെ മനസ്സിൽ ഒരു വെറുപ്പുമില്ലാത്ത നിലക്ക് പൂർണ്ണ മനസ്സോടെ പിൻപറ്റേണ്ടത് ഞാൻ ഈ പറയുന്ന സിറാത്തുൽ മുസ്തഖീമിനെയാണെന്ന്. അതേ, അല്ലാഹു പറയുന്നു, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഊഹു. തുടർന്നു കൊണ്ട് പറയുന്നു, വലാ തത്തബിഉസ് സുബുൽ. മറ്റു മാർഗങ്ങളെ, ഈ സബീലിനെ മാത്രം പിൻപറ്റിക്കോ, ഈ മാർഗത്തെ മാത്രം മുറുകെ പിടിച്ചോ, മറ്റു മാർഗങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കല്ല, അതിനെ പിൻപറ്റല്ല. അങ്ങനെ ഈ ശരിയായ റൂട്ട് വിട്ട് മറ്റു വഴികളിലേക്ക് പോയാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, അല്ലാഹുവിന്റെ നേരായ റൂട്ട് വിട്ടുകൊണ്ട് നിങ്ങളെ അത് തെറ്റിച്ചു കളയും. ദാലികും വസ്സാകും ബിഹി, ഇതൊരു കേവല ഉപദേശമല്ല. അല്ലാഹു പറയുന്നു, ഇതൊരു വസിയത്താണ്, ശക്തമായ ഉപദേശമാണ്, ശക്തമായ നിലക്കുള്ളൊരു വസിയത്താണ്, ദൃഢമായ ഉപദേശമാണ്. അത് നിങ്ങളോടത് ഉപദേശിക്കുന്നത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങളുടെ തഖ്വ നഷ്ടപ്പെടാതിരിക്കാനാണ്. നിങ്ങൾ തഖ്വയുള്ളവരായി തന്നെ ജീവിതാന്ത്യം വരെ ജീവിച്ച് അങ്ങനെ തന്നെ മുത്തഖീങ്ങളായി മരിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, നിങ്ങൾ അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണേ. വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകരുത്, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ. അല്ലാഹു സ്നേഹത്തോടെ മാനവ സമൂഹത്തോട് പറഞ്ഞതാണ്. അതേ, അത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ ഹുദ വരച്ച് കാണിച്ചു തന്നു. ആ മാർഗം ഞങ്ങൾക്ക് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ കൃത്യമായി പകർന്നു കിട്ടിയ ആ ഹുദ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതിനോട് മത്സരം കാണിച്ച്, അതിനോട് എതിർപ്പ് കാണിച്ച്, അതിനോട് പരിഹാസം കാണിച്ച് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഈ ദീന് കേൾക്കാൻ ആദ്യം ഭാഗ്യം ലഭിച്ച ആദിമ തലമുറയുടെ മാർഗത്തെ വിട്ടുകളഞ്ഞുകൊണ്ട് അവനവന്റേതായ വ്യാഖ്യാനങ്ങളിലേക്ക്, വാദങ്ങളിലേക്ക്
ആരെങ്കിലും തിരിയാനാണ് ഭാവമെങ്കിൽ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസഅത് മസീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു ഇവിടെ പൂർത്തിയാക്കി തന്നുപോയിട്ടുള്ള ആ ഹുദയിൽ നിന്ന് ആരെങ്കിലും തെറ്റിത്തെറിച്ചു പോവുകയാണെങ്കിൽ സത്യം മനസ്സിലാകാഞ്ഞിട്ടല്ല, അവന് മർക്കടമുഷ്ടിയാണ്, അവന് വാശിയാണ്, അവന് പാർട്ടി കക്ഷിത്വമാണ്, അവന് പലരോടും വിധേയത്വമാണ്. ആ നിലക്ക് ഹിദായത്ത് വെളിവായിട്ടും സന്മാർഗമേതെന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമായി കഴിഞ്ഞതിന്റെ ശേഷവും ലോക ചരിത്രത്തിലതാ മുഅ്മിനീങ്ങളെ വിശ്വസിച്ചു പോന്ന വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവരംഗീകരിച്ച വ്യാഖ്യാനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്തൊരു മാർഗത്തിലേക്ക് ആരെങ്കിലും തിരിഞ്ഞുപോയി പിൻപറ്റുകയാണെങ്കിൽ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം, അവന്റെ വഴിക്കങ്ങ് തിരിച്ചു വിടുകയാണ്. അവന്റെ റൂട്ടിലൂടെ അങ്ങ് സ്വാതന്ത്ര്യത്തോടെ നാം തിരിക്കുകയാണ്. പക്ഷേ അന്തിമമായി അവനെ എത്താനുള്ളത് നരകം തന്നെയാണ്. അതെത്ര മോശമായ ചെന്നു ചേരാനുള്ള ഇടമാണെന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, അല്ലാഹു അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയിച്ചു കൊടുത്ത ആ വഹ്യ്, അത് പരിശുദ്ധ ഖുർആനും പെടുന്നു, ഖുർആനല്ലാത്ത മറ്റു വഹ്യുകളും പെടുന്നു. അതടങ്ങുന്ന ഹുദാ, ആ ഹുദയെ ചോദ്യം ചെയ്യാതെ അതിനെ സമ്പൂർണമായ മനസ്സോടെ അങ്ങ് സ്വീകരിക്കുന്ന, അതേ ആയത് നിലക്ക് സ്വീകരിക്കണമെന്ന ഖുർആൻ പറയുന്നത്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമാ. അതേ ചുരുക്കി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറയുകയാണ്, നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം, അവര് മുഅ്മിനുകളാകൂല, സത്യവിശ്വാസികളായി തീരൂല. ഏതുവരെ? ഒരു വിഷയത്തിൽ നീ എന്താണോ വിധി പറയുന്നത്, തീരുമാനം പറയുന്നത്, അതവരുടെ മനസ്സിലങ്ങ് അവർ ഉൾക്കൊള്ളണം, അതവരംഗീകരിച്ചോളണം. അവരുടെ മനസ്സിൽ അതിനെപ്പറ്റി യാതൊരു നിലക്കുള്ള വിഷമവും തോന്നാതെ അതേ 100% സന്തോഷത്തോടെ വിനയത്തോടെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നത് വരെ അവര് മുഅ്മിനുകളാകൂല. ഈ 3 വചനങ്ങളും നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നു എന്താണ് സലഫിയത്ത്, എന്താണ് സലഫിയത്ത്, എന്താണ് സലഫി പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളുടെ ബാധ്യത. അതേ വഹീനെ ചോദ്യം ചെയ്യാതെ അങ്ങ് സ്വീകരിക്കലാണ്, സമ്പൂർണ്ണ മനസ്സോടെ അതിനെ ആദരിക്കലാണ്. ഈ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളെ കൃത്യമായി മുറുകെ പിടിച്ചുകൊണ്ടാണ് ആദിമ തലമുറ ജീവിച്ചത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഖുർആൻ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു എന്ന് അല്ലാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള, അല്ലാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള മഹാന്മാരായ ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ റിള കിട്ടിയത് എങ്ങനെയാണ്, അവർക്ക് അല്ലാഹുവിന്റെ തൃപ്തി സമ്പാദിച്ചത് എങ്ങനെയാണ്? അതേ അവർ സ്വീകരിച്ച മാർഗം എന്തായിരുന്നു? അല്ലാഹു അവരിലേക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഹുദയെ ചോദ്യം ചെയ്യാതെ വളരെ സമ്പൂർണമായ മനസ്സോടെ അവർ സ്വീകരിച്ചുകൊണ്ട് അതവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർക്ക് അല്ലാഹുവിന്റെ തൃപ്തിക്ക് അവർ പാത്രീഭൂതരായി പോയി. എന്നാൽ ഏത് കാലത്തും അതാ ഇതിൽ നിന്ന് തട്ടിത്തെറിച്ചു പോകുന്ന വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയല്ലേ ആ തലമുറകളുടെ കാലഘട്ടത്തിൽ പോലും ഖദരിയ്യത്ത് എന്ന പേരിലുള്ള വിഘടിത കക്ഷികൾ ഉണ്ടായത്. അതേ ഈമാനിന്റെ കാര്യങ്ങളിൽ പരമപ്രധാനമായ ഖദറിലുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി
ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഖദർ നിഷേധികളായ ആളുകൾ ഖദരിയ്യത്ത് എന്ന പേരിൽ അറിയപ്പെട്ടപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള കുടുംബ സ്നേഹം പറഞ്ഞുകൊണ്ട്, അവിടുത്തോടുള്ള കുടുംബത്തോട് ഞങ്ങൾക്കാണ് സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പലരെയും കാഫിറുകളായി മുദ്രകുത്തിക്കൊണ്ട് അതേ ശിയാക്കൾ എന്ന് പറയുന്ന മറ്റൊരു കക്ഷിയും രംഗത്ത് വന്നപ്പോൾ, അതുപോലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അടക്കമുള്ള സഹാബിമാരെ കാഫിറുകളായി ചിത്രീകരിച്ചുകൊണ്ട് അതേ ആയത്തുദ്ധരിച്ചുകൊണ്ട് ഖവാരിജ് എന്ന വിഘടിത കക്ഷി വന്നപ്പോൾ തങ്ങളുടെ ബുദ്ധിയാണ് ഏറ്റവും ഒന്നാമത്തെ പ്രമാണം. ആ ബുദ്ധിയുടെ മൂശയിലിട്ട് ആറ്റിക്കുറുക്കി അളന്ന് കൂട്ടിക്കൊണ്ട് അതേ അതിന് യോജിക്കുന്നത് ഞങ്ങൾ സ്വീകരിക്കും, അല്ലാത്തത് ഞങ്ങൾ തള്ളിക്കളയും എന്ന അഖലാനിയത്തിന്റെ അതേ ബുദ്ധിപൂജകന്മാരായിക്കൊണ്ട് മുഅ്തസിലത്ത് എന്ന കക്ഷി രംഗത്ത് വന്നപ്പോൾ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന പല കക്ഷികളും ജഹ്മിയ്യത്ത് എന്ന പേരിൽ രംഗത്ത് വന്നപ്പോൾ, അതുപോലെ പല രൂപത്തിലുള്ള പിഴച്ച രീതികളുമായി കൊണ്ട് അശ്അരികൾ രംഗത്ത് വന്നപ്പോൾ, മാതുരിദിയ കക്ഷി എന്ന പേരിൽ അവര് തന്നെ വേറെയും പേരിൽ അറിയപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ, അതുപോലെ ഒട്ടേറെ ത്വരീഖത്തുകളുടെ പേരിൽ സുഫിയാക്കളും പല രൂപത്തിലുള്ള വിഘടന കക്ഷികളും പല അദ്വൈതവാദക്കാരും ഒട്ടേറെ അവാന്തര വിഭാഗങ്ങളൊക്കെ തട്ടിത്തെറിച്ചുപോയി. എന്താണ് അവര് തെറിച്ചു പോകാൻ കാരണമായത്? എല്ലാവരും ഒരു ഖുർആനല്ലേ ഓതിയത്, എല്ലാവരും ഒരേ ഖിബിലയിലേക്കല്ലേ തിരിഞ്ഞു നിസ്കരിക്കുന്നത്, എല്ലാവരും ഒരു റസൂലുള്ളയിലല്ലേ വിശ്വസിച്ചത്, എല്ലാവരും ഒരു ഗ്രന്ഥമല്ലേ പാരായണം ചെയ്തത്, പിന്നെ എന്തേ ഇങ്ങനെ ഭിന്നിക്കാൻ കാരണം? അത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വരെ ആലോചിച്ച കാര്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി കൊണ്ട് മഹാനവറുകൾ അത് പങ്കുവെച്ചിട്ടുമുണ്ട്. അതേ കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസത്തിലായി തീരുന്നത്? വനബിയുഹാ വാഹിദുൻ, അവരുടെ നബി ഒന്നാണെന്നിരിക്കെ, വഖിബലതുഹാ വാഹിദത്തുൻ, അവർ തിരിഞ്ഞു നിസ്കരിക്കുന്ന ഖിബല ഒന്നാണെന്നിരിക്കെ, വകിതാബുഹാ വാഹിദുൻ, അവർ പാരായണം ചെയ്യുന്ന വേദഗ്രന്ഥം ഒന്നാണെന്നിരിക്കെ ഇവരെങ്ങനെ വ്യത്യാസത്തിലായി പോയി? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ കൊടുത്ത മറുപടി കേൾക്കണോ? യാ അമീറുൽ മുഅ്മിനീൻ, ഇതിനൊരു കാരണമുണ്ട് അമീറുൽ മുഅ്മിനീൻ. ഇന്നമാ ഉൻസില അലൈനൽ ഖുർആൻ, ഞങ്ങൾക്ക് ഖുർആൻ അവതരിക്കുന്ന കാലത്ത് അതേ നമ്മൾ ആ ഖുർആൻ ശരിക്കും പാരായണം ചെയ്തു. വഅലിംനാ ഫീമാ ഉൻസിൽ, ഏത് വിഷയത്തിലാണ് ഇന്നായത്ത് ഇറങ്ങിയതെന്ന് നമുക്കെന്നറിയാമായിരുന്നു. എന്നാൽ ശേഷമിതാ കുറെ ആളുകൾ അങ്ങ് വരാൻ തുടങ്ങി, അല്ലെങ്കിൽ വരുന്നു. യഖറഊനൽ ഖുർആൻ, അവരും ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ വലാ യദറൂന ഫീമാ നസൽ, ഏത് വിഷയത്തിലായി ആയത്തെന്നവർക്ക് അറിഞ്ഞുകൂടാ. ഇതിന്റെ ഉദ്ദേശം അവര് പഠിച്ചിട്ടില്ല, അത് പഠിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. അതാദ്യം കേട്ടവരായ നമ്മളൊന്നും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാനുള്ള മാനസികമായ ഒരു വിനയമില്ലാതെ തട്ടിത്തെറിച്ചുകൊണ്ട് അവരവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള വേദിയായിക്കൊണ്ട് ആയത്തുകളെ അവർ ഉപയോഗപ്പെടുത്തി. ഫയകൂനു ലഹും ഫീഹി റഅയുൻ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടായി. അങ്ങനെ ഓരോരുത്തർക്കും അഭിപ്രായങ്ങൾ ഉണ്ടായപ്പോൾ ഇഖ്തലഫൂ, അവരഭിപ്രായ വ്യത്യാസത്തിലായി. ഫഇദഖ്തലഫൂ, അഭിപ്രായ വ്യത്യാസം മൂർച്ഛിച്ച് ഇഖ്തതലൂ, അവര് പരസ്പരം യുദ്ധം ചെയ്യുന്ന പോരാടുന്ന അവസ്ഥയോളമായി. അതേ, എന്താണ് ഇവിടെ സംഭവിച്ചത്? പ്രമാണങ്ങൾ ഒന്നല്ലാത്തത് കൊണ്ടല്ല, ഖിബില ഒന്നല്ലാത്തത് കൊണ്ടല്ല, റസൂൽ ഒരു റസൂലല്ലാത്തത് കൊണ്ടല്ല, കിതാബ് ഒരു കിതാബല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ആ കിതാബ് മനസ്സിലാക്കുന്ന വിഷയത്തിൽ, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചതുപോലെ അല്ലാഹ് അവനിൽ നിന്ന് ഇറക്കിത്തരുന്ന ഹുദ, ആ ഹുദ എന്താണെന്ന് അത് മനസ്സിലാക്കേണ്ട സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാതെ അവരവരുടെ താല്പര്യങ്ങൾക്ക് ഒപ്പിച്ചുകൊണ്ട് ഈ ഹുദയെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോഴാണ്
സംഘടിത കക്ഷികളുണ്ടായത്, വിഭജനങ്ങൾ നടന്നത്, അവാന്തര കക്ഷികളായിക്കൊണ്ട് പിരിഞ്ഞു പോകാൻ ഇടവന്നത്. അങ്ങനെ പിരിഞ്ഞു പോയപ്പോൾ മുൻഗാമികളായ നമ്മുടെ പണ്ഡിതന്മാരൊന്നും അന്തം വിട്ട് അന്താളിച്ച് നിന്നിട്ടില്ല. ഇതെന്തേ ഇങ്ങനെ വരാൻ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് പൂർത്തിയാക്കി തന്നുകൊണ്ട് ഈ സമുദായത്തിന്റെ കയ്യിലേൽപ്പിച്ച ഈ ഗ്രന്ഥത്തിൽ 100 അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ പിളരുകയോ? ഞങ്ങൾക്കിനി ഇതിനാവില്ലെന്ന് നിരാശ ബാധിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ സഹാബാ കിറാമും താബിഈ പണ്ഡിതന്മാരും മുജദ്ദിദുകളുമൊക്കെ മൂലക്കിരുന്നു കൊണ്ട് ഏങ്കലടിച്ച് കരഞ്ഞ് നിരാശപ്പെട്ട് മുഖം പൊത്തിയിരുന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്ലാം ഇവിടെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് അവാന്തര കക്ഷികൾ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം